കോർപ്പറേറ്റ് സെക്രട്ടറി പ്രിയങ്കരനായ ജോർജ് പുല്ലുകാലായിലച്ച, പ്രിയപ്പെട്ട പറമ്പിത്തോട്ടത്തിലച്ച, ബഹുമാനപ്പെട്ട സിസ്റ്റർ ജെൻസി, പ്രിയപ്പെട്ട ശ്രീ ജോബി സാറേ, പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട കത്തീഡ്രൽ വികാരി ജോസ് കക്കലിലച്ച, പ്രിയപ്പെട്ട പറമ്പിലച്ച, അധ്യാപകരെ, അനധ്യാപകരെ, പ്രിയപ്പെട്ട മറ്റ് സുഹൃത്തുക്കളെ, വളരെ ഗൗരവ സ്വഭാവം പുലർത്തുന്ന ഒരു മീറ്റിംഗാണിത്. എനിക്കത്രയും ഗൗരവമൊന്നുമില്ല. ഞാൻ നിങ്ങളെ ഒന്ന് കണ്ട് പോകാൻ വേണ്ടി മാത്രം വന്നതാണ്. പ്രസംഗിച്ച് ഞാൻ മടുത്തു. അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോന്നും എനിക്കറിയത്തില്ല. ഇനി ഞാൻ ഒഴിഞ്ഞു മാറാൻ വേണ്ടി ഒരുപാട് നോക്കിലാണ്. അപ്പോൾ പുല്ലുകാലായച്ചനും ഇവരാരും സമ്മതിക്കുകയില്ല. നമ്മളുടെ കോർപ്പറേറ്റ് സെക്രട്ടറി അച്ഛൻ പറഞ്ഞല്ലോ, നിങ്ങളാണ് ശക്തി, നിങ്ങൾ ഉറങ്ങിയാൽ രൂപത ഉറങ്ങി, പിന്നെ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതെല്ലാം വലിയ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് ശക്തിയും ചിന്തകളും റിഫ്ലക്ഷൻസും ഉള്ളപ്പോൾ മാത്രമേ സമൂഹത്തെ ഉണർത്താനും വളർത്താനും പറ്റുകയുള്ളൂ. ഒരിക്കലൊരു നല്ല സമർത്ഥനായ അച്ഛൻ കുഷ്ഠരോഗികളുടെ ഇടയിൽ ജോലി ചെയ്തു. അദ്ദേഹം 10-30 വർഷം കഴിഞ്ഞപ്പോൾ ആ രൂപതയുടെ മെത്രാനായി. കുഷ്ഠരോഗികളുടെ കൂട്ടത്തിലായിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് എപ്പോഴും ഒരു സംശയം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ സ്പർശനം നഷ്ടപ്പെട്ടു എന്ന്. അതാണ് എല്ലാ രോഗത്തിൻ്റെ ഒരു ഫലവതാണ്. അങ്ങനെ അദ്ദേഹം പേടിച്ച് കാണുന്നതെല്ലാം തൊട്ടു നോക്കുമായിരുന്നു. അങ്ങനെ ചെറുതൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല എന്ന മട്ടിൽ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ വലിയൊരു മീറ്റിംഗ് ആ രൂപതയിൽ നടത്തേണ്ടതായിട്ട് വന്നു. തൊട്ടടുത്തിരുന്ന ഏറ്റവും വലിയ വിശിഷ്ട വ്യക്തിയോട് ഈ പിതാവ് പറഞ്ഞു, എൻ്റെ സാറേ, എനിക്ക് സ്പർശനം നഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ എൻ്റെ കാലിൽ ചൊറിഞ്ഞു, ഞാനൊന്നും അറിയുന്നില്ല. അപ്പോൾ ആ വലിയ സാറ് പറഞ്ഞു, പിതാവിൻ്റെ സ്പർശനം പോയിട്ടില്ല, പിതാവ് ചൊറിഞ്ഞത് എൻ്റെ കാലിലാണ്. എനിക്ക് നല്ലപോലെ അത് അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പം അത് നമുക്കൊരു സംശയമുണ്ട്, നമ്മുടെ കാര്യങ്ങളൊക്കെ ഇഫക്റ്റീവാണോ. അപ്പം അത് ആർക്കെങ്കിലുമൊക്കെ ഗുണം കിട്ടുമായിരിക്കും. അടുത്തിരുന്നവൻ്റെ കാര്യം ചൊറിഞ്ഞു കൊടുത്തല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമുക്ക് അല്പം മാന്യം ഉള്ളതുപോലെയൊക്കെ തോന്നിയാലും, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ പറഞ്ഞ പോലുള്ള ചില പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും, അതിനെല്ലാം അപ്പുറത്തുള്ള വലിയൊരു കാഴ്ചപ്പാട് വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ട്, നമുക്കുണ്ട്, പലർക്കുണ്ട്. നിങ്ങൾ വളരെ ശ്രദ്ധിക്കപ്പെടുന്നവരാണ്. എല്ലാ ഇടവുകളിലും നിങ്ങൾക്കൊരു പ്രീസിഡൻസ് ഉണ്ട്, ഒരു അംഗീകാരമുണ്ട്. കുട്ടികളുടെ മനസ്സിലാണ് നിങ്ങളുടെ ഇരിപ്പിടങ്ങൾ. നിങ്ങൾ വലിയൊരു കോർപ്പറേറ്റാണ്, ഒരു ബ്രീത്തിങ് ടുഗദറാണ് ഈ സമ്മേളനം. അതിൽ നമുക്ക് വലിയ അഭിമാനവും സന്തോഷവും എല്ലാം ഉണ്ട്. ഞാൻ പുല്ലുകാലായലച്ചനും നിർണാളച്ചനും പറഞ്ഞു വെച്ച 1-2 കാര്യങ്ങളെക്കുറിച്ച് മാത്രം, പ്രത്യേകിച്ച് പരിശുദ്ധ ലിയോ മാർപ്പാപ്പ ഈ നാളുകളിൽ നൽകിയ വിദ്യാഭ്യാസ ചിന്തകളിലേക്കുള്ള ഒരു ഓപ്പണിംഗ് തരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധ പിതാവ് 2015 മോൺസിഞ്ഞോർ പ്രിവോസ്റ്റ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മെത്രാനച്ചന് പെറുവിൽ ഒരിക്കൽ അവിടുത്തെ അധ്യാപകർക്ക് വേണ്ടി ഒരു പ്രഭാഷണം നടത്തുകയുണ്ടായി. ആ പ്രഭാഷണം വളരെ സിമ്പിളാണെങ്കിലും ധാരാളം ഉത്തേജനം അത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകും. അവിടുത്തെ അധ്യാപകർക്കും പെറുവിലെ വിശ്വാസികൾക്കും എല്ലാം അത് ഇഷ്ടപ്പെട്ടതാണ്. ഞാൻ അതിൽ നിന്ന് 1-2 ചിന്തകൾ ആദ്യമൊന്ന് സൂചിപ്പിക്കുകയാണ്. അന്ന് മോൺസിഞ്ഞോർ പ്രിവോസ്റ്റ് പറഞ്ഞത്,
As a teacher, it is a vocation to teach in the Catholic schools. കത്തോലിക്ക പള്ളിക്കൂടങ്ങളിൽ പഠിപ്പിക്കുക എന്നത് ഒരു ദൈവവിളിയാണ്, വലിയ ബ്ലെസ്സിങ് ആണെന്ന് ഇവിടെ മോൺസിഞ്ഞോറൊക്കെ പറഞ്ഞല്ലോ. വലിയൊരു ദൈവവിളിയായിട്ട് നമ്മൾ ഈ പഠിപ്പിക്കലിനെ കാണണം. രണ്ടാമത്തേത്, ടീച്ചിങ് ഇൻ ദ കാത്തലിക് സ്കൂൾ ക്യാൻ ബി എ ഡോർ വേ ടു ലേണിംഗ് വിച്ച് വിൽ ബി ഗേറ്റ് വേസ് ടു ദ ഗോസ്പൽ. ഒരു കത്തോലിക്ക പള്ളിക്കൂടത്തിൽ പഠിപ്പിക്കുക എന്നത് അതൊരു ഡോർ വേ ടു ലേണിംഗ്, ഒരു ചെറിയ കഥകൾ തുറന്നു കൊടുക്കുന്നത് പോലെയാണ്. ബട്ട് ദാറ്റ് ക്യാൻ ലീഡ് ടു ഗേറ്റ് വേസ് ഓഫ് ദ ഗോസ്പൽസ്. സുവിശേഷങ്ങളുടെ വലിയ കവാടങ്ങളിലേക്ക് അതുകൊണ്ട് എത്തിക്കും. ഡോർവേയിൽ നിന്ന് ഗേറ്റ് വേയിലേക്കുള്ള യാത്രയ്ക്ക് നമ്മളെ സഹായിക്കുന്ന കാര്യമാണിത്. മൂന്നാമത് മോൺസിഞ്ഞോർ പ്രിവോസ്റ്റ് പറഞ്ഞത്, ദ വേ ടു എസ്റ്റാബ്ലിഷ് ദ കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യം ഈ ലോകത്തിന് കൊടുക്കാനുള്ള ഓർഡിനറി സെറ്റപ്പാണ് നമ്മളുടെ സ്കൂള്. അതുകൊണ്ടാണല്ലോ ചാവറേച്ചനൊക്കെ പറഞ്ഞത് പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടം. ഓർഡിനറി മീൻസിൽപ്പെട്ട ഒരു കാര്യമാണ് ദൈവരാജ്യത്തെക്കുറിച്ച് പറയാനായിട്ട് ഈ പള്ളിക്കൂടങ്ങൾ. അന്ന് പിതാവ് വീണ്ടും ഊന്നിപ്പറഞ്ഞത്, ദ ഫസ്റ്റ് വാല്യൂ ഈസ് സെർച്ച് ഫോർ ട്രൂത്ത്. വി നീഡ് ദ ട്വിൻ aspects of faith and reason. The intuitive and the creative light of the intellect is important. വിദ്യാഭ്യാസത്തിൽ ഒരു കുട്ടിയുടെ ബൗദ്ധികമായ നിലവാരം അത് ക്രിയേറ്റീവായിട്ട് കൊടുക്കാനായിട്ട് അധ്യാപകർ നടത്തുന്ന പരിശ്രമങ്ങൾ. The Holy Spirit should be alive and active in the classroom. നമ്മുടെ പള്ളിക്കൂടങ്ങളിലെ ക്ലാസ് മുറികളിൽ ഹോളി സ്പിരിറ്റ് ആക്റ്റീവായിരിക്കണം. ദ സ്കൂൾ മസ്റ്റ് ബി ആനിമേറ്റഡ് ബൈ ദ കൺവിക്ഷൻ ദാറ്റ് ദ ട്രൂത്ത് എക്സിസ്റ്റ് ഹിയർ. ഈ പള്ളിക്കൂടത്തിൽ പരിശുദ്ധ റൂഹ ഉണ്ടെന്നും ഇവിടെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. അവിടെ ഇറ്റ് വിൽ കീപ് us ഫ്രം റിലേറ്റിവിസം, നിലപാടുകളില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തും, നമ്മളെ സംരക്ഷിക്കും, ക്രിയേറ്റീവായിട്ട് സമൂഹത്തിൽ ഇടപെടാനായിട്ട് നമ്മളെ പ്രാപ്തിയുള്ളവരാക്കും. അവിടെ പിതാവ് സെന്റ് അഗസ്റ്റിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു, ദ ട്രൂത്ത് ഈസ് neither yours nor mine, so that it can be both yours and mine. സത്യം എൻ്റേത് മാത്രമല്ല, നിങ്ങളുടേത് മാത്രമല്ല, ഇത് എൻ്റെയും നിങ്ങളുടേതുമാണ്. അഗസ്റ്റിൻ്റെ സ്റ്റേറ്റ്മെൻ്റാണ്, ട്രൂത്ത് ഈസ് neither yours nor mine, so that it can be both yours and mine. The truth conquers, and the victory of truth is love. പിന്നീട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ്, the truth will enter into the classroom through the teachers. സത്യം ക്ലാസ് മുറികളിലേക്ക് കടന്നു വരുന്നത് അധ്യാപകർ വഴിയാണ്. The truth will come into the classroom through the teachers. വലിയ
അർത്ഥാന്തരങ്ങളുള്ളൊരു സ്റ്റേറ്റ്മെൻ്റാണ്. ദ ടീച്ചർ മസ്റ്റ് ഹാവ് എ ഹാർട്ട് ടു ടീച്ച്. പഠിപ്പിക്കാനുള്ള ഒരു ഹൃദയം വേണം. ക്ലാസ് റൂംസ് ബിക്കം എ സാക്രമെൻ്റൽ സ്പേസ്. ഒരു കൗദാശിക ഇടം പോലെയാണ് ക്ലാസ് റൂം. അവിടെ കുട്ടികൾ, ടീച്ചർ സത്യം പഠിപ്പിക്കുന്നു. ആ സത്യം സുവിശേഷങ്ങളിലേക്ക് നമ്മെ എത്തിക്കുന്നു. അതുകൊണ്ട് ക്ലാസ് റൂംസ് സാക്രമെൻ്റൽ സ്പേസാണ്. എത്ര സമ്പന്നമായ കാര്യത്തിലാണ് പരിശുദ്ധ പിതാവ് ആയിത്തീർന്ന മോൺസിഞ്ഞോർ പ്രിവോസ്റ്റ് അന്ന് അധ്യാപകരോട് സംസാരിച്ചത്. ക്ലാസ് റൂം ഈസ് എ കമ്മ്യൂണിറ്റി. The reason why you have come together is to be one in mind and heart on the road to God. ക്ലാസ് റൂം ഒരു കമ്മ്യൂണിറ്റിയാണ്. വളരെ ഒരു സോഷ്യൽ കൺസേണും ഒപ്പം നമ്മളുടെ സ്പിരിച്വൽ സെൻസും എല്ലാമുള്ള ഒരു പ്രയോഗമാണല്ലോ ഇത്. ക്ലാസ് റൂം കമ്മ്യൂണിറ്റിയാണ്. ആ കമ്മ്യൂണിറ്റിയാകുന്ന ക്ലാസ് റൂമിൽ ആരും ഒറ്റപ്പെട്ട് പോകരുത്. പിള്ളേർ ചിലപ്പോഴൊക്കെ നമ്മുടെ പള്ളിക്കൂടങ്ങളിൽ കുട്ടികൾ ഒറ്റപ്പെടാറുണ്ട്. അധ്യാപകർ ചിലരെയൊക്കെ താല്പര്യമില്ലാതെ കൈകാര്യം ചെയ്യുന്നവരുണ്ടാകാം, പഠിക്കാൻ സാമർഥ്യമില്ലായിരിക്കാം. അല്ലെങ്കിൽ കുട്ടികൾ പള്ളിക്കൂടത്തിൽ ചുണ്ടിത്തരങ്ങളൊക്കെ കാണിക്കുന്നു, വർത്തമാനം പറയുന്നു, അങ്ങനെ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാം. പക്ഷേ കാത്തലിക് സ്കൂള് കമ്മ്യൂണിറ്റിയാണ്. കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിൽ ആരെയും നമ്മൾ മാറ്റി നിർത്താൻ പാടില്ല. ആ കമ്മ്യൂണിറ്റി ബിൽഡിങ് ഇല്ലാതെ പോകുന്നതുകൊണ്ട് ലാർജ് ഡെൻസിറ്റിയിൽ സ്കൂളുകളിൽ ലോൺലിനെസ് എപ്പിഡമിക് വളരുന്നു എന്നാണ് മോൺസിഞ്ഞോർ പ്രിവോസ്റ്റ് അധ്യാപകരോട് പറഞ്ഞത്. പള്ളിക്കൂടങ്ങളിൽ അധ്യാപകർ കുട്ടികളെ നല്ലതുപോലെ ഒരുപോലെ കണക്കാക്കാതെ വരുമ്പോൾ ലാർജ് ഡെൻസിറ്റി ഓഫ് ലോൺലിനെസ് എപ്പിഡമിക് ഉണ്ടാവുകയാണ്. അതൊക്കെ നമ്മളും അനുഭവിച്ചിട്ടുള്ളതാണ്. നമ്മളെ പഠിപ്പിച്ച അധ്യാപകരും അവരുടെ നിലപാടുകളിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ നമ്മളോട് താല്പര്യമില്ലാത്ത പെരുമാറ്റങ്ങളൊക്കെ എല്ലാ കാലത്തുമുള്ള കാര്യമാണ്. അതുകൊണ്ടാണല്ലോ 2015 കുറവിലെ അധ്യാപകരോടെല്ലാം പിതാവ് കാര്യങ്ങൾ പറഞ്ഞതും. അതുകൊണ്ട് നമുക്ക് ആൾക്കൂട്ടത്തിലിരുന്ന് ഏകാന്തത അനുഭവിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കരുത്. കമ്മ്യൂണിറ്റിയിൽ കൊണ്ട് ലോൺലിനെസ് അനുഭവിക്കേണ്ടി വരുന്ന കുഞ്ഞുങ്ങളുടെ പ്രയാസമെന്ന് പറയുന്നത് നമുക്ക് ആർക്കും തന്നെ മനസ്സിലാക്കാൻ എളുപ്പത്തിൽ സാധ്യമല്ല. അവരുടെ ഹൃദയങ്ങൾ മുറിപ്പെടും. ആൻറ്റി സോഷ്യൽ എലമെൻറ്റ്സ് എല്ലാം സമൂഹത്തിൽ വരുന്നത് അധ്യാപകരിൽ നിന്ന് ഉള്ള ഈ തരംതിരിവിൽ നിന്നാണെന്ന് പരിശുദ്ധ പിതാവ് പറഞ്ഞു വെക്കുന്ന കാര്യം നമ്മൾ ഒരിക്കലും മറന്നു കളയരുത്. ആ പ്രസംഗത്തിൻ്റെ അവസാനം പിതാവ് പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട വാല്യൂ ഇൻറ്റീരിയോറിറ്റിയാണ്, ആത്മീയതയാണ്. നമ്മുടെ പള്ളിക്കൂടങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. അച്ഛൻ പുള്ളിക്കാലായ അച്ഛന് ശ്രദ്ധിക്കുന്നുണ്ട്. അച്ഛൻ്റെ ഒരു വിജിലൻസ് അധ്യാപകരുടെയും കുട്ടികളുടെയും എല്ലാം മേലുണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ടറിയാം. അച്ഛന് നിലപാടുകൾ എടുക്കുകയും പറയുകയും അത് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്ന ആളാണ്. അതുകൊണ്ടൊരു ഇൻറ്റീരിയോറിറ്റി ഉണ്ട്. എങ്കിലും എനിക്ക് അടുത്ത ദിവസങ്ങൾ 3-4 എഴുത്തുകളുടെ പള്ളിക്കൂടത്തിൽ നിന്ന് കുട്ടികളുടെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടി. പിതാവ് ഒന്ന് ഇടപെടണം, ഈ വെള്ളിയാഴ്ചകളിലൊക്കെ കുർബാന ഇല്ലാണ്ട് പോകുന്നുണ്ട്, കുട്ടികൾക്ക് കുമ്പസാരിപ്പിക്കാൻ ഈ അരിച്ചന്മാർ മാനേജരച്ചന്മാർ വേണ്ട സൗകര്യങ്ങൾ കൊടുക്കുന്നില്ല. പണ്ട് പള്ളിക്കൂടങ്ങളിൽ എല്ലാം നല്ലപോലെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇൻറ്റീരിയോറിറ്റി നമുക്ക് നഷ്ടപ്പെടും. ആത്മീയതയിൽ നമ്മൾ വളരാതെ നിൽക്കും. അവിടെയും സെൻ്റ് അഗസ്റ്റിനെ മോൺസിഞ്ഞോർ പ്രിവോസ്റ്റ് കോട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ അധ്യാപകനും മജിസ്റ്റർ ഇൻറ്റീരിയോർ, ഉള്ളിൽ നിന്ന് പഠിപ്പിക്കുന്ന ആത്മീയതയുള്ള ആളായിരിക്കണം കത്തോലിക്ക ടീച്ചേഴ്സ്.
എന്ന് സെൻ്റ് അഗസ്റ്റിനെ കോട്ട് ചെയ്ത് ആ ക്ലാസിൻ്റെ അവസാനത്തിൽ അഗസ്റ്റിൻ്റെ 3 വാക്കുകൾ പരിശുദ്ധ പിതാവ് എടുത്തു. ഊണിറ്റാസ് ഐക്യം, കാരിറ്റാസ് സ്നേഹം, വേരിറ്റാസ് സത്യം. ഇതാണ് പള്ളിക്കൂടങ്ങളിൽ നമ്മൾ കൊടുക്കേണ്ടത് എന്ന്. ഊണിറ്റാസ്, കാരിറ്റാസ്, യത്ത് വേരിറ്റാസ്. നമ്മളൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞുമെല്ലാം പറയുന്നതും പഠിപ്പിക്കുന്നതും ഈ കാര്യങ്ങളാണ്. ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് അധ്യാപകരെയും കുട്ടികളെയും. നിങ്ങൾ എത്രയോ കുടുംബങ്ങളുടെ മൂല്യങ്ങൾ നിങ്ങൾ കാണുന്ന കുട്ടികളിലൂടെ സംരക്ഷിക്കുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. പരിശുദ്ധ പിതാവ് അന്ന് 2015 പെറുവിലെ അധ്യാപകരോട് പറഞ്ഞ ഈ പ്രസംഗം സിമ്പിളായിട്ട് നമുക്ക് ഒറ്റ വായനയ്ക്ക് തോന്നാമെങ്കിലും അതിൽ വലിയ ബിൽഡിംഗ് സ്റ്റോൺസ് ഉണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ കപ്പലാണ്. കപ്പൽ തീരത്ത് വിശ്രമിക്കേണ്ടതല്ല. നിങ്ങൾ ആഴക്കടലിലേക്ക് ഇറങ്ങുകയാണ്. കുട്ടികളെ കാണുമ്പോൾ നിങ്ങൾ ആഴത്തിലേക്ക് പോകുന്നവരാണ്. ആ കുഞ്ഞുങ്ങളുടെ ഭാവി നിങ്ങളുടെ കയ്യിലാണ്. ഈ പ്രസംഗത്തിൻ്റെ ഒരു പൂർത്തീകരണമായിട്ടാണ് പരിശുദ്ധ പിതാവ് നമ്മുടെ കോർപ്പറേറ്റ് സെക്രട്ടറിച്ചൻ ഇവിടെ പറഞ്ഞല്ലോ. പരിശുദ്ധ പിതാവ് ഈ അടുത്ത നാളിൽ ഒരു എപ്പസ്റ്റോലിക് ലെറ്റർ, ഡ്രോയിങ് ന്യൂ മാപ്സ് ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ പുതിയ മാപ്പിംഗ്, രൂപരേഖ. അതിലും ഈ കാര്യങ്ങൾ അല്പം കൂടെ പിതാവ് മുൻപോട്ട് കൊണ്ടുപോയി പറഞ്ഞിട്ടുണ്ട്. ഞാൻ 2 മിനിറ്റ്സ് കൊണ്ട് ഒന്ന് പറഞ്ഞുകൊള്ളാം. 2ാം വത്തിക്കാൻ സുനോദോസിലെ ഏറ്റവും വലിയ ഡോക്യുമെൻസിൽ ഒന്ന് വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ്. ഡിക്ലറേഷൻ എന്ന് പറയുന്ന ബേസിക് ആയിട്ടുള്ളത് കോൺസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതിൻ്റെ പേര് ഗ്രവീസിമം എഡ്യൂക്കാസിയോണിസ്. വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള വലിയ കാര്യങ്ങൾ, ഗ്രവീസിമം എഡ്യൂക്കാസിയോണിസ്. അതിൻ്റെ ഓർമ്മപ്പെടുത്തലായിട്ട് അതിൻ്റെ 60 വർഷങ്ങൾ പൂർത്തിയായപ്പോഴാണ് ലയോ മാർപ്പാപ്പ ഈ ഡോക്യുമെൻ്റ് നമുക്ക് നൽകുന്നത്. ഞാനതിൽ 1-2 സ്റ്റേറ്റ്മെൻറ്റ്സ് നിങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് കൊണ്ടുവരികയാണ്. He sees, Holy Father, changes in the educational environment. എന്നിട്ട് പറയാണ്, ഈ സെക്ടർ, വിദ്യാഭ്യാസ മേഖല കോംപ്ലക്സ്, ഫ്രാഗ്മെന്റഡ് ആൻഡ് ഡിജിറ്റലൈസ്ഡ്, സങ്കീർണമാണ്, ചിതറിക്കപ്പെട്ടതാണ്, ഡിജിറ്റലൈസ്ഡ് ആണ്. ഇന്നിപ്പോൾ എല്ലാം അങ്ങനെയാണല്ലോ. ഡിജിറ്റലൈസ്ഡ് അല്ലാത്ത കാര്യമൊന്നുമില്ല. ദാറ്റ് മേക്സ് ഇറ്റ് വൈസ് ടു പോസ് and refocus our gaze on the cosmology of Christian Paideia education. ക്രൈസ്തവ വിദ്യാഭ്യാസത്തിൻ്റെ പൈദേയ ഗ്രീക്ക് വാക്കാണ്. അതിനെ ഒന്ന് റീഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. നമ്മളൊരു പഴയ പുസ്തകമായിട്ടൊരു അധ്യാപകൻ ക്ലാസ്സിലേക്ക് വരുന്നു പോകുന്നു. അങ്ങനെ പഠിപ്പിച്ചാൽ ഇന്ന് കുട്ടികൾക്കൊന്നും കിട്ടുകയില്ല. വിദ്യാഭ്യാസ മേഖലയെ റീഫോക്കസ് ചെയ്യണം. അതിൻ്റെ കാരണം പരിശുദ്ധ പറഞ്ഞല്ലോ, ഒരു കോസ്മോളജി ഓഫ് ക്രിസ്ത്യൻ പൈദേയ. അങ്ങനെ ഒരു വീക്ഷണം, ഒരു പ്രപഞ്ച വീക്ഷണം കൊണ്ടുവന്നാൽ മാത്രമേ വിദ്യാഭ്യാസത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ. കാരണം ആ മേഖല കോംപ്ലക്സ് ആണ്, ഫ്രാഗ്മെന്റഡ് ആണ്, ഡിജിറ്റലൈസ്ഡ് ആണ്. അതിന് ഒത്തിരി നന്മകളുണ്ട്. അത് നിങ്ങളതിൽ വലിയ എക്സ്പെർട്സ് ആയിട്ടുള്ള ആളുകളുണ്ട്. ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ഈസ് എ കളക്റ്റീവ് ടാസ്ക്. അത് സാധാരണ പറയുന്ന കാര്യം തന്നെയാണ്. ക്രൈസ്തവ വിദ്യാഭ്യാസം ഒറ്റയ്ക്ക് ഒരാൾ ഒരിടത്ത് ചെയ്യുന്ന കാര്യമല്ല, കളക്റ്റീവായിട്ടുള്ള കാര്യമാണ്. ദ എഡ്യൂക്കേഷണൽ കമ്മ്യൂണിറ്റി ഈസ് എ
WE. വിദ്യാഭ്യാസ സമൂഹം എന്ന് പറയുന്നത് നമ്മൾ ആണ്. ആരാണ് ഈ നമ്മൾ? ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, ഫാമിലീസ്, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സർവീസ് സ്റ്റാഫ്, പ്രീച്ച് ആൻഡ് സിവിൽ സൊസൈറ്റി. ഇതൊക്കെ നമുക്കും ഉള്ളതാണ്. ഈ പറഞ്ഞ എല്ലാ കാര്യവും നമ്മളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, ഫാമിലീസ്, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സർവീസ് സ്റ്റാഫ്, പ്രീച്ച് ആൻഡ് സിവിൽ സൊസൈറ്റി. ഇവിടെ സ്റ്റേജിലും ഇവിടെ സമൂഹത്തിലെല്ലാം അതിൻ്റെ പ്രാതിനിധ്യം ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ലെയോ യൂസസ് ദ ഇമേജ് ഓഫ് എ കോൺസ്റ്റലേഷൻ. നക്ഷത്രങ്ങൾ ഇവിടെ എല്ലാവർക്കും പറഞ്ഞല്ലോ. സ്റ്റാറി ആയിട്ടുള്ള ഒരു ആംബിയൻ്റാണ് സ്കൂളിലുള്ളത്. കോൺസ്റ്റലേഷൻ അല്ലെങ്കിൽ ഒരു കോറൽ സംവിധാനം. ഇവിടെ പാട്ട് പാടിയുമ്പോൾ കോറലായിട്ട് എടുത്തു പാടുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പാടുകയാണ്, താളം നഷ്ടപ്പെടുത്താതെ കോറലായിട്ട് ഉള്ള സംവിധാനമാണ്, കോൺസ്റ്റലേഷനാണ് വിദ്യാഭ്യാസം അല്ലെങ്കിൽ കുട്ടികൾ. ഞാൻ പ്രിവോസ്റ്റായിരുന്നപ്പോൾ പരിശുദ്ധ പറഞ്ഞ കാര്യം പറയുന്നു. ഒരു കോൺസ്റ്റലേഷനിൽ അല്ലെങ്കിൽ ഒരു കോറൽ സംവിധാനത്തിൽ ഐസൊലേഷൻ ഇല്ല. 8 പേര് പാടാനാണെങ്കിൽ ഒരാളെല്ലാവരുമല്ലോ. അതാണ് കോറൽ വിദ്യാഭ്യാസം. അത്തരത്തിൽ വരണം. അത് സ്റ്റാറിയാകണം, നല്ല പ്രകാശനത്തിൽ നിന്ന് വരണം. അതിൻ്റെ തുടർച്ചയായിട്ട് ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ പേഴ്സൺ സെൻറ്റേഡ്. ഒരു കുട്ടിയെ നിങ്ങളുടെ അടുത്ത് മാതാപിതാക്കളെ വിടുമ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അതിനെ നിങ്ങൾ സക്രാരിയിലിരിക്കുന്ന ഈശോയുടെ ശരീരം പോലെ കാണാവുള്ളൂ. അത്ര പവിത്രമായ ഒരു കാര്യമാണ്. ഈ കുഞ്ഞിനെ നിങ്ങളുടെ കയ്യിൽ കൊണ്ടിട്ട് മാതാപിതാക്കൾ പോവുകയാണ് വൈകുന്നേരങ്ങളിൽ. അപ്പോൾ ആ കുഞ്ഞിൻ്റെ എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ നോക്കി ആ വ്യക്തിയെ അവൻ്റെ പ്രോപ്പർ സെന്ററിൽ കൊണ്ടുവന്ന് നിർത്തി വിദ്യാഭ്യാസം കൊടുത്ത് വളർത്തുക എന്നുള്ളൊരു ഉത്തരവാദിത്തമാണ്. ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ഈസ് ഹോളിസ്റ്റിക്. സമഗ്രമായിരിക്കണം. സ്പിരിച്വലായിരിക്കണം, ഇന്റലക്ച്വലായിരിക്കണം, ഇമോഷണലായിട്ടുള്ള കാര്യങ്ങൾ. കുഞ്ഞുങ്ങൾ അവർക്ക് ലൈംഗികമായിട്ടുള്ള കാര്യങ്ങൾ, സാമൂഹിക കാര്യങ്ങളൊന്നും അവർ അറിയാൻ തരാം. അപ്പം അതുകൊണ്ട് അവരുടെ വൈകാരിക പക്വത നിങ്ങൾ അവർക്ക് കിട്ടത്തക്ക രീതിയിൽ ആ സമീപനം എടുക്കണം. സോഷ്യലായിരിക്കണം, ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ. ഒരു കുഞ്ഞ് വളർന്നു വരുമ്പോൾ ആ കുഞ്ഞിനറിയാൻ വരാത്ത പല കാര്യങ്ങളും ആ കുഞ്ഞിൽ തന്നെയുണ്ട്. അതിനെ സൈക്കോളജിക്കലായിട്ട് അതിൻ്റെ ഫിസിക്കൽ ആയിട്ടുള്ള വളർച്ചയിൽ ആ കുഞ്ഞിനെ പേടിപ്പിക്കാണ്ട് അതിന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ, അതിൻ്റെ ഇമോഷണൽ പക്വത, ഇതെല്ലാം അധ്യാപകര് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമാണ്. പരിശുദ്ധാവ് ഈ അപ്പസ്തോലിക് ലെറ്റർ നമുക്ക് വരുമ്പോൾ ഞാൻ പറയുന്നു, കത്തോലിക്ക വിദ്യാഭ്യാസത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ പോലെയാണ്. ഡിജിറ്റൽ എൻവയൺമെന്റ്, ടെക്നോളജീസ് മസ്റ്റ് സെർവ്, നോട്ട് റീപ്ലേസ് ദ പേഴ്സൺ. സാങ്കേതിക സംവിധാനങ്ങൾ they should serve the institution and the pupils or students, not replace the person. എല്ലാ എങ്ങനെയോടും എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ റീപ്ലേസ് ചെയ്യുകയല്ല, മാറ്റി നിർത്തുകയല്ല. They must enrich the learning process, not impoverish relationships and communities. വളരെ പവർഫുള്ളായിട്ട് പരിശുദ്ധാവ് ആധുനിക സാങ്കേതിക വിദ്യയോടെല്ലാം ബന്ധപ്പെടുത്തി പറഞ്ഞ് പഠിപ്പിക്കുന്ന മനോഹരമായൊരു ഡോക്യുമെൻ്റാണ്. ഞാനിവിടെ അവസാനിപ്പിക്കാം. നമ്മൾ ദൈവമാർപ്പാപ്പായുടെ 2 കാലഘട്ടത്തിലെ 2 ചിന്തകളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് 2015 പെറുവിൽ അവിടുത്തെ അധ്യാപകർക്ക് കൊടുത്ത ആ ടോക്കിലെ ഏതാനും കാര്യങ്ങൾ. കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ പരിശുദ്ധാവ് എഴുതിയ അപ്പസ്തോലിക് ലെറ്റർ ന്യൂ മാർക്സ്, പുതിയ ഒരു കാഴ്ചപ്പാട്, അത് അധ്യാപകരെയും കുട്ടികളെയും കുറിച്ചാണ്. അവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് നമ്മളോട് നേരിട്ട് പരിശുദ്ധാവ് സംസാരിക്കുന്ന പോലെയുള്ള കാര്യമാണ്. നമുക്ക്
നമ്മുടെ രൂപതയിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയും നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. എങ്കിലും പോരായ്മകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ട്. അധ്യാപകരുടെ പറഞ്ഞല്ലോ, നമുക്ക് നിരവധിയായ പ്രതിസന്ധികൾ സർക്കാർ പരിഹരിക്കേണ്ടത് അങ്ങനെ കിടക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള അധ്യാപകർ, ഗവൺമെൻറ് പോസ്റ്റ് വരാത്തവരുടെ പ്രതിസന്ധികൾ വളരെ വലുതാണ്. നമ്മൾ അതിന് വേണ്ട ഇടപെടലുകളെല്ലാം നടത്തി രൂപതയാണ്. ഇനി നമുക്കതിന് അപ്പുറത്തേക്ക് മാന്യമായ ഭാഷയിൽ ഒന്നും പറയാൻ ചെയ്യാൻ നോക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്കും അറിയാം, നമ്മളിതിനകത്ത് ലേഖനങ്ങൾ എഴുതുകയും വലിയ വിദ്യാഭ്യാസ സമ്മേളനം രൂപതാ കേന്ദ്രത്തിൽ വെച്ച് നടത്തുകയും എല്ലാം ചെയ്യുകയാണ്. അതിൽ ബഹുമാനപ്പെട്ട ജോലിയച്ഛൻ വികാരാലയച്ഛൻ വലിയ ശ്രദ്ധയോടുകൂടി ആ മേഖലയിലെല്ലാം വ്യാപരിച്ചു നിരന്തരമായിട്ട് പഠിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ നമുക്ക് നല്ല ഒരു ഭാവി ഉണ്ട്. അധ്യാപകരിലാണ് ഈ സമൂഹത്തിൻ്റെ ജീവൻ. ആദ്യം ഇവിടെ പറഞ്ഞതുപോലെ നമുക്ക് വലിയൊരു കൂട്ടായ്മയാണിത്. യൂണിറ്റാസ്. നിങ്ങൾക്ക് കാരിറ്റാസ് സ്നേഹമുണ്ട്, അതുപോലെ തന്നെ വേരിറ്റാസ് സത്യം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ ദൗത്യം പരിശുദ്ധ ലിയോ മാർപ്പാപ്പായുടെ വാക്കുകളിലൂടെ ഏതാനും ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുള്ളൂ. നിങ്ങളത് കേൾക്കുകയും വല്ലപ്പോഴുമെങ്കിലും അതിലേതെങ്കിലും ഒരു കാര്യമെങ്കിലും നിങ്ങളെടുത്ത് ചിന്തിച്ച് പരിശുദ്ധരാളുടെ വാക്കുകളാണല്ലോ അതൊന്ന് ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കണം. കോർപ്പറേറ്റിൻ്റെ പ്രവർത്തനത്തെ ഞാൻ വലിയ താല്പര്യത്തോടു കൂടിയാണ് കാണുന്നത്. നിങ്ങളുടെ വലിയൊരു ബലമാണ്. നിങ്ങൾ നമ്മുടെ മാർസിക മെഡിക്കൽ സിറ്റിക്കും പരീക്ഷിക്കും അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങളുടെ വലിയ സാന്നിധ്യവും സഹകരണവും പങ്കുവയ്ക്കലും എല്ലാം ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ഇരുപതിയുടെ അടിസ്ഥാനപരമായ ഒരു സെക്ടറാണ് കോർപ്പറേറ്റ് അധ്യാപകർ. നിങ്ങളെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. അച്ഛനെയും അച്ഛൻ്റെ സഹപ്രവർത്തകരെയും അവരുടെ നല്ല ശുശ്രൂഷകളെയും ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു. പ്രിയങ്കരനായ വിത്താനത്തിൻ്റെ സാന്നിധ്യം അച്ഛന് കുറേയേറെ രൂപയ്ക്ക് വേണ്ടി ഓടി നടന്ന് അധ്വാനിച്ച് രൂപതയെ വളർത്തുന്ന ആളാണ്. ഇന്നലെ കൺവെൻഷൻ പന്തലിലും അത്രയും ആളുകൾ അവിടെ വന്നതിൻ്റെ പ്രധാന കാരണക്കാരൻ അച്ഛനാണ്. കരിമറ്റത്തിനോട് ചേർന്ന് അച്ഛനെയും പ്രോത്സാഹിപ്പിച്ച് അങ്ങനെ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. ചെയ്തിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഞാൻ ഓർക്കുന്നു, നന്ദി പറയുന്നു. പരിശുദ്ധ അൽഫോൻസാമ്മയോട് മധ്യസ്ഥവും പ്രാർത്ഥനയും യാചിച്ച് എൻ്റെ വാക്കുകൾ വിശ്വസിക്കുന്നു.